നമസ്കാരം, ഞാൻ ഡോക്ടർ സന്ദീപ് കൃഷ്ണ. ഞാൻ SVT എമർജൻസി മെഡിസിനിലെ എമർജൻസി ഫിസിഷ്യനാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇൻഫൻറ്റ് ചോക്കിങ്ങിനെ പറ്റിയാണ്. ഇൻഫൻറ്റ് എന്ന് വെച്ചാൽ ഒരു വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയാണ് ഇൻഫൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി പാല് കൊടുക്കുമ്പോഴോ പാല് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ചോക്കിങ് സംഭവിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം കൊടുത്താലും നമ്മുടെ ഫുഡ് പൈപ്പിൽ പോകുന്നതിന് പകരം വിൻ പൈപ്പിലോട്ടായി കഴിഞ്ഞാൽ ചോക്കിങ് സംഭവിക്കാം. ചോക്കിങ് പറ്റിയ ഒരു ഇൻഫൻറ്റിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ, ചിലപ്പം അവർ ഒരുപാട് വെപ്രാളം പോലെ കാണിക്കാം, ചിലപ്പം മുഖമൊക്കെ ബ്ലൂയിഷ് ആയിട്ട് ഡിസ്കളറേഷൻ വരാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പോലെ കാണിക്കാം. യൂഷ്വലി ചോക്കിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ കരയാൻ പറ്റിയെന്ന് വരത്തില്ല, കാരണം ഫുഡ് പൈപ്പിലോട്ട് ഫുഡ് പോകുന്നുണ്ടതായിരിക്കുമല്ലോ ഈ സംഭവിക്കുന്നത്. അപ്പം എയർ പുറത്ത് വരാത്തത് കൊണ്ട് ചിലപ്പം കരയാൻ പറ്റിയെന്ന് വരത്തില്ല. ഇനി പറയാൻ പോകുന്നത് ഒരു വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക്, ഇൻഫൻറ്റിന് ചോക്കിങ് സംഭവിച്ചാൽ നമ്മൾ എങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഫസ്റ്റ് തന്നെ കുട്ടിക്ക് ചോക്കിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുട്ടിയുടെ കാലിൽ തട്ടി നോക്കുക റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന്. റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ചീക്ക് ബോണിൽ നല്ല ടൈറ്റായിട്ട് പിടിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് വയ്ക്കുക. 5 പ്രാവശ്യം ഈ സ്കാപ്പുലയുടെ ഇടയിൽ ആഞ്ഞടിക്കുക. 1 2 3 4 5. എന്നിട്ട് അതേ കൈ കൊണ്ട് തന്നെ നമ്മൾ ഓക്സിപിറ്റൽ റീജിയനിൽ നമ്മുടെ തലയുടെ പുറകു ഭാഗത്ത് കഴുത്ത് ചേർത്ത് പിടിച്ച് ഇപ്പുറത്തെ കാലിൻ്റെ അടുത്ത് വയ്ക്കുക. എന്നിട്ട് ഈ ഫോറിൻ ബോഡി അല്ലെങ്കിൽ നമ്മുടെ കഴിച്ച ഫുഡോ എന്തെങ്കിലും പദാർത്ഥം പുറത്ത് വന്നോ എന്ന് നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ, പുറമേ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നതാണെങ്കിൽ പതുക്കെ എടുക്കാൻ നോക്കുക. ഒരിക്കലും നമ്മൾ ഫുഡൊന്നും കാണാതെ ബ്ലൈൻഡായിട്ട് നമ്മൾ കൈ വിരലുകളിട്ട് നോക്കുകയോ എന്തെങ്കിലും സെർച്ച് ചെയ്യാനോ പാടില്ല. അത് ഫുഡ് കൂടുതൽ അകത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടാക്കും, കൂടുതൽ ചോക്കിങ് ഉണ്ടാക്കും. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ഇല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ 5 പ്രാവശ്യം ചെസ്റ്റിൽ ത്രസ്റ്റ് കൊടുക്കും. 1 2 3 4 5. എന്നിട്ട് വീണ്ടും വന്നിട്ടില്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും ചീക്ക് ബോണിൽ പിടിക്കുക. ഇങ്ങനെ ഇതേപോലെ തന്നെ പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ വെച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് 5 പ്രാവശ്യം അമർത്തുക. 1 2 4 5 അടിക്കുക. ഇത് ചെയ്യേണ്ടത് ഈ ബാക്ക് സ്ലാപ്പും ചെസ്റ്റ് റെസ്റ്റും ഈ കഴിച്ച അല്ലെങ്കിൽ തൊണ്ടയിൽ കുരുങ്ങിയ ഭക്ഷണ പദാർത്ഥം പുറത്ത് വരുന്നത് വരെ നമുക്ക് ചെയ്യാം. ഈ കുട്ടിയുടെ ഈ ബുദ്ധിമുട്ട് മാറുന്നത് വരെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ കുട്ടി പെട്ടെന്ന് ഭക്ഷണ പദാർത്ഥം കാരണം കുട്ടിയുടെ ബോധാവസ്ഥ പോവുക, പൾസ് നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ ലാപ്പ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ CPR എത്രയും പെട്ടെന്ന് തുടങ്ങാനും ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനും ശ്രമിക്കും.